മഞ്ഞിൽ വിരിഞ്ഞ പൂവായി മലയാളികളുടെ മനസ്സിൽ ഓടിക്കയറിയ താരം. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ലാലേട്ടൻ്റെ തിരുവനന്തപുരത്തെ മുടവമുകൾ വീട് കണ്ട കൗതുകത്തിലാണ് ഞാനും. പുള്ളിയുടെ സിനിമയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനാണ് ഇവിടെ പാൽ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനൊരു ബന്ധമുണ്ട്. അമ്മയൊക്കെ നല്ല സഹകരണമാണ്. എന്തിവിടെ ഭക്ഷണം കാര്യങ്ങളുണ്ടാക്കിയാലും മലക്കര എടുത്താലും ഞങ്ങൾക്ക് വെച്ചേക്കും. പിന്നെ അച്ഛൻ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ അപ്പനാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്. വളരെ വളരെ സിമ്പിളായിട്ടാണ് ഞങ്ങൾക്ക് ഇടപെടുന്നതെല്ലാം ഈ നാട്ടുകാരോടും. അങ്ങനെ പിന്നെ സിനിമാ ഫീൽഡല്ലേ എന്നും പിന്നെ ആൾക്കാർ കാണാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി ഈ നാട്ടിനകത്ത് ഒരു അതിശയമാണ്. അന്ന് ഞാൻ ഈ പാല് ബിസിനസ്സല്ലേ, അപ്പോൾ എനിക്ക് സെക്രട്ടറി ഞാൻ കണ്ടുകൊണ്ട് ഇവിടെ വരുമ്പോൾ രാവിലെ അമ്മ ചോദിക്കും, മോനെ ഫിലിം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അദ്ദേഹത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, ശരീരസുഖവും ദീർഘായുസും കൊടുത്ത് ദേശത്ത് മാനിക്കട്ടെ. പക്ഷേ ബൈബിൾ പറയുന്ന പോലെ അനുഗ്രഹിച്ച് ദേശത്തൊരു മാന്യനായി മാനിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കും. ഞങ്ങളിവിടെ സ്ഥലം വാങ്ങിക്കുമ്പോൾ ലാലു MG കോളേജിൽ പഠിക്കുന്നേ ഉള്ളൂ. MG കോളേജിൽ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് അധികം നാൾ ലാലു ഇവിടെ അധികം ഇല്ലായിരുന്നു. പക്ഷേ ശാന്ത ചേച്ചിയും വിശ്വനാഥ് നായർ സാറും ഞങ്ങളൊക്കെ നല്ല ഫ്രണ്ട്സായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ അഭിനയം, ചേച്ചി വർത്തമാനം പറയുന്നത് തന്നെ വളരെ സരസമായിട്ടാണ് സംസാരിക്കുന്നത്. ആ അഭിനയ ശൈലിയാണ് മോഹൻലാലിന് കിട്ടിയിരിക്കുന്നത്. RVG അങ്കിൾ എന്ന് പറഞ്ഞാൽ അറിയും, മോഹൻലാലിന് മനസ്സിലാകും. എതിർവശത്ത് താമസിക്കുന്ന ഞങ്ങളുടെ രണ്ടുപേരുടെയും പിറന്നാൾ ആശംസകൾ. 2 വർഷം ഇവിടെ താമസിക്കുന്നത്, എന്തെങ്കിലും ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം ആ വീട് നോക്കുമ്പോഴും എപ്പോഴെങ്കിലും ആ പടി വഴി കയറിപ്പോകുന്നെങ്കിലും ഒന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ കണ്ടിട്ടില്ല. കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ആരെങ്കിലും വീട് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അന്തസ്സായിട്ട് പറയാമല്ലോ. എല്ലാം നമ്മൾ ലാലേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലത്തെ വീടാണ്, അങ്ങനെ പറയാം. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷം. ഹാർഡ് ലാലേട്ടൻ ഫാനാണ്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫാമിലി ഫുള്ളായിട്ട് അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ മുണ്ടുകൊടുക്കണ തന്നെ പുള്ളി മുണ്ടുകൊടുക്കണല്ലേ. നമ്മളാരും ഇങ്ങനെ കുനിഞ്ഞെടുക്കാറില്ല, നമ്മളെല്ലാവരും ഇങ്ങനെ കാല് പൊക്കിയെടുക്കും. അതൊക്കെ നമ്മളെ മാനസത്തിലൊക്കെ ഉണ്ടാവും. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ, വിഷ് യു എ വണ്ടർഫുൾ ഇയർ എന്നുള്ളതാണ് പറയാൻ. ഇവിടെ വന്ന് ഒരു കേക്ക് കട്ട് ചെയ്യൂ പ്ലീസ്, ഒരു പീസ് ഞങ്ങൾക്ക് തരൂ. എന്തായാലും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് പ്രത്യേക വികാരം തന്നെയാണ്. ഇനിയും ഒരുപാട് കൊല്ലം ഇതേ ഊർജ്ജസ്വലതയോടെ അദ്ദേഹം മലയാളികൾക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കട്ടെ.